السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരും, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള 6/9/2013 നടത്തിയ ജുമാ ഖുതുബയാണ് ഇന്ന് കേൾപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 62-ാം അധ്യായം 4-ാം വചനം നമുക്കിപ്രകാരം വായിക്കാവുന്നതാണ്. وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم. وآخرين منهم, അവരിൽ നിന്നുള്ള മറ്റൊരു കൂട്ടരിലും, ലമ്മാ യൽഹഖൂ ബിഹിം, അവർ അവരോടൊപ്പം ചേർന്നിട്ടില്ല, ആ കൂട്ടരിലും അള്ളാഹു ദൂതനെ നിയോഗിക്കുന്നതാണ്. വഹുവൽ അസീസുൽ ഹക്കീം, അവൻ പ്രതാപവാനും യുക്തിപൂർവം പ്രവർത്തിക്കുന്നവനുമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അനുചരന്മാരോടും ഒപ്പം ചേർന്നിട്ടില്ലാത്ത മറ്റൊരു കൂട്ടരിലും അവൻ പ്രവാചകനെ നിയോഗിക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ. വാഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം, അവരോടൊപ്പം ചേർന്നിട്ടില്ലാത്ത അവരിൽ നിന്നുള്ള മറ്റൊരു കൂട്ടരിലും അവൻ ദൂതനെ നിയോഗിക്കുന്നതാണ്. ഇത് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് നൽകുന്ന വലിയ ഒരു പാഠമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു, തൻ്റെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങിപ്പോയി. എന്നിട്ട് ഭാവിയിൽ വരുന്ന ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന അനേകം കാര്യങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചനം ചെയ്തിട്ടുണ്ട്. ആ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ നൂറ്റാണ്ട് ഏറ്റവും നല്ല നൂറ്റാണ്ട്. ഇപ്പം നബി ഉണ്ട്, അള്ളാഹുവിൽ നിന്ന് വഹി കിട്ടുന്നു, അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അതിന് വിശദീകരണങ്ങൾ നൽകുന്നു. അങ്ങനെ എന്നിൽ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വാസികളായി തീർന്ന ഒരു സംഘം ആളുകൾ, അവർ ഞാൻ ജീവിച്ചിരിക്കുന്ന നൂറ്റാണ്ടിൽ അവർ ജീവിക്കുന്നു. അവർ ഏറ്റവും നല്ല നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാണ്. അതിനുശേഷം എൻ്റെ അനുചരന്മാരുടെ നൂറ്റാണ്ടായിരിക്കും. അത് 2-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. നബിയുടെ നൂറ്റാണ്ട് കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഉള്ള 2-ാം നൂറ്റാണ്ട് വളരെ ശ്രേഷ്ഠകരമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം ചെയ്തു. അതിനുശേഷം എൻ്റെ അനുചരന്മാരുടെ അനുചരന്മാരായിരിക്കും, എൻ്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ വരുന്ന 3-ാം നൂറ്റാണ്ടായിരിക്കും.
അപ്പോൾ 3 നൂറ്റാണ്ടുകളെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചനം ചെയ്തു. അതിൽ 1-ാം നൂറ്റാണ്ട് അതിമഹത്താണ്, 2ാമത്തേത് അതിന് ശേഷമുള്ള ശ്രേഷ്ഠതയുള്ളതാണ്, 3-ാം നൂറ്റാണ്ട് അത് കഴിഞ്ഞാൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന നൂറ്റാണ്ടതാണ്. ഇത് പ്രവചനം ചെയ്ത ഒരു പ്രവചന ഹദീസാണ്. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചനം ചെയ്തിട്ടുള്ള ചില അതിമഹത്തായ കാര്യങ്ങളുണ്ട്. അതിൽ ഒരു പ്രവചനം, നിങ്ങൾ മഹദിയെ കാണുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൽ ബൈഅത്ത് ചെയ്യുക. അപ്പോൾ ഇത് മഹദി എന്ന വാക്കിൻ്റെ അർത്ഥം സന്മാർഗം സിദ്ധിച്ച ആൾ, സന്മാർഗം ലഭിച്ച ആൾ എന്നാണ്. അങ്ങനെ മഹദി ആണ്, സന്മാർഗം ലഭിച്ച ആളാണ്, അള്ളാഹുവിൻ്റെ ഖലീഫയാണ് എന്ന് പറഞ്ഞ് അള്ളാഹു തന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വരുന്ന ഒരാളിനെ നിങ്ങൾ കാണുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ദീനിനെ ജീവിപ്പിക്കാൻ വന്നിരിക്കുന്ന, സന്മാർഗം സിദ്ധിച്ച അള്ളാഹുവിൻ്റെ ഖലീഫയാണ് എന്ന് പറഞ്ഞ് ഒരാൾ വരികയാണെങ്കിൽ, നിങ്ങൾ മഹ്ദിയെ കാണുമ്പോൾ, അങ്ങനെ ഒരാളെ കാണുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൽ ബൈഅത്ത് ചെയ്യുക. അപ്പോൾ അത് മുസ്ലിം സമുദായത്തോട്, സമൂഹത്തോട്, തൻ്റെ അനുജന്മാരോട് പറഞ്ഞ ശ്രേഷ്ഠമായ ഒരു പ്രവചനമാണ്. നിങ്ങൾ അദ്ദേഹത്തിൽ ബൈഅത്ത് ചെയ്യുക. മഞ്ഞിലൂടെ ഇഴഞ്ഞാണെങ്കിലും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നാലും, അതല്ല അദ്ദേഹം ഒരു മഞ്ഞൻ പ്രദേശത്താണ് കഴിയുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞാലും, നിങ്ങൾ അതിലൂടെ ഇഴഞ്ഞു ചെന്നായാലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുക. കാരണം അദ്ദേഹം മഹ്ദിയാകുന്നു. അദ്ദേഹം മഹ്ദിയാകുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം സന്മാർഗം സിദ്ധിച്ച ആളാണ്. നിങ്ങൾക്ക് ഈ ലോകത്ത് വേണ്ട ഏറ്റവും വലിയ കാര്യവുമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഖലീഫയാകുന്നു. ഇത് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസിലെ ഒരു പ്രവചനമാണ്. അങ്ങനെ മഹ്ദി ആണ് എന്ന് പറഞ്ഞ്, മുഹീദ്ദീൻ ആണ് എന്ന് പറഞ്ഞ്, ഖലീഫത്തുള്ള ആണ് എന്ന് പറഞ്ഞ് ഇന്ന് ഒരാൾ ലോകത്ത് നിൽക്കുന്നു. ഈ ഹദീസ് മുസ്ലിം ലോകത്തിൻ്റെ കൈകളിലുണ്ട്. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം ലോകത്ത് വന്ന് പ്രബോധനം നൽകിയിട്ട് ഈ ഹദീസിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുകയല്ലാതെ മറ്റൊരു നിർവാഹവുമില്ല. കാരണം അല്ലാഹു തആല അവൻ്റെ പ്രവാചകനിലൂടെ നൽകിയ വെളിപാടുകളാണ്, ഭാവിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു മുസ്ലിമിനും താൻ മഹ്ദിയാണ് എന്ന് പറഞ്ഞ് വാദിച്ച ഒരാൾ താൻ ജീവിക്കുന്ന കാലഘട്ടത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാതിരിക്കുവാനോ ബൈഅത്ത് ചെയ്യാതിരിക്കുവാനോ അദ്ദേഹത്തിലൂടെ എന്ത് കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചും അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്താതിരിക്കുവാനോ നിർവാഹമില്ല. മുസ്ലിമാണോ അവനത് ചെയ്തേ പറ്റും. മറ്റൊരു വളരെ ശ്രദ്ധേയമായ പ്രവചനം, മുസ്ലിം ജമാഅത്തിനോടും അതിൻ്റെ ഇമാമിനോടും പറ്റിച്ചേർന്ന് നിൽക്കുക. മുസ്ലിം ജമാഅത്തിനോടും അതിൻ്റെ ഇമാമിനോടും പറ്റിച്ചേർന്ന് നിൽക്കുക. ഇവിടെ ഇപ്പം നമ്മൾ ചിലപ്പം തെറ്റിദ്ധരിക്കും. ഇവിടെ ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ തന്നെ 5, 6, 7 പള്ളികൾ കാണും. ഈ പള്ളികളിലെല്ലാം ഓരോ ഇമാമുണ്ടെന്നാണ് വെപ്പ്. ആ നിലയിലുള്ള ഒരു ഇമാമിനെ കുറിച്ചല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. മുസ്ലിം ജമാഅത്തിനോടും അതിൻ്റെ ഇമാമിനോടും പറ്റിച്ചേർന്ന് നിൽക്കുക. മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗം, അത് ലോകത്ത് എവിടെ ആയാലും ശരി അതിന് ഒരു നേതാവ് ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടായിരിക്കണം. ഞാൻ ഈ സമുദായത്തിൻ്റെ നേതാവായിട്ട് എന്നെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയും. അങ്ങനെയുള്ള ജമാഅത്തിനെയും ഇമാമിനെയും കണ്ടെത്തിയില്ല എങ്കിൽ, ഇങ്ങനെ 100ക്ക് 100 ജമാഅത്തുകളും ഇമാമുകളും ഇങ്ങനെ ഛിന്ന ഭിന്നമായി ഓരോ പ്രദേശങ്ങളിലായി ഇങ്ങനെ നിൽക്കുമ്പോൾ, ഒരു ഇമാമിനെയും ഒരൊറ്റ സംഘമായിട്ട് നിൽക്കുന്ന അത്തരത്തിലൊരു ജമാഅത്തിനെയും നിങ്ങൾ കാണുന്നില്ല എങ്കിൽ, അങ്ങനെയുള്ള ജമാഅത്തിനെയും ഇമാമിനെയും കണ്ടെത്തിയില്ല എങ്കിൽ
എല്ലാ വിഭാഗങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക. പിന്നെ ഞാൻ മാത്രം തെക്കാണ് വടക്കാണ് കിഴക്കാണ്, ആ പള്ളിയിലാണ് ഈ പള്ളിയിലാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെല്ലാം ഒരു ഇമാം ഉണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങൾ കണ്ടെത്തുന്നില്ല എങ്കിൽ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക. എന്നിട്ട് ഇതെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത പ്രവചനങ്ങളാണ്. വൃക്ഷത്തിൻ്റെ വേര് തിന്നു ജീവിക്കേണ്ടി വന്നാലും, അങ്ങനെ വരുമ്പം ഇവരെല്ലാം സാമൂഹ്യ ഭ്രഷ്ടത കൽപ്പിക്കും. പിന്നെ സമൂഹത്തിൽ ജീവിക്കാൻ വലിയ പാടാകും. അങ്ങനെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകേണ്ടി വരും. അങ്ങനെയൊക്കെ സംഭവിച്ചാലും, വൃക്ഷത്തിൻ്റെ വേര് തിന്നു ജീവിക്കേണ്ടി വന്നാലും, ഈ അവസ്ഥയിൽ നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വന്നാലും ശരി, അത്രയും പ്രയാസം അനുഭവിച്ചായാലും നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കണം. അള്ളാഹു അയച്ച ഒരു ഇമാമിനോടും ആ സംഘത്തിനോടും ഒപ്പമായിരിക്കണം നിങ്ങൾ നിൽക്കേണ്ടത്. അങ്ങനെ ഒരാളെ നിങ്ങൾ കണ്ടെത്തുന്നില്ല എങ്കിൽ, ഇങ്ങനെ വിഭാഗീയമായ നിലയിലുള്ള പള്ളികളും അവിടെയുള്ള ആളുകൾ പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ ഇസ്ലാമെന്നോ മുസ്ലിമെന്നോ നാമകരണം ചെയ്യപ്പെടാവതല്ല. ഇതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചനം ചെയ്തതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു പ്രവചനം ചെയ്തത്, ഒരു ജമാഅത്ത് 73-ൽ ഒന്ന് മാത്രം സത്യമായ ഒരേ ഒരു ജമാഅത്ത്, 73 സംഘം, അതിൽ ഒരേ ഒരു ജമാഅത്ത് മാത്രമേ ഉള്ളൂ സത്യമായ സംഘമെന്ന്. അത് അദ്ദേഹത്തെ പോലെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും പോലുള്ളതായിരിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതാവായിട്ട് എങ്ങനെയിരുന്നുവോ അതുപോലെ നേതാവായിട്ടിരിക്കുന്ന ഒരു ജമാഅത്തും, അതിൻ്റെ പിന്നിൽ നബിയോടൊപ്പം എങ്ങനെ അനുചരന്മാർ അനുസരണയോടുകൂടി കഴിഞ്ഞവോ അങ്ങനെ കഴിയുന്ന അനുചരന്മാരുമുള്ള ഒരേ ഒരു ജമാഅത്തായിരിക്കും. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സമുദായം വഴികേടിലാകാതിരിക്കുവാനുള്ള ശക്തമായ താക്കീത് ഈ പ്രവചനങ്ങളിലൂടെ നൽകിയിരിക്കുകയാണ്. ഈ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല ഇതാ ഈ നൂറ്റാണ്ടിൽ ഒരു ഇമാമിനെ ഇസ്ലാമിന് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി, ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി നിയോഗിച്ചിരിക്കുന്നു. ഈ പ്രവചനത്തിൻ്റെ സാക്ഷാത്കാരമായിട്ട്. അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിന് വില കൽപ്പിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഇമാമിനെ സ്വീകരിച്ച് അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ഇസ്ലാമിൻ്റെ ശ്രേഷ്ഠമായ കൽപ്പനകൾ ലോകത്തെങ്ങും വ്യാപിപ്പിക്കുന്നതിന്, നന്മ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നിലകൊള്ളേണ്ടത് തന്നെയാണ്. അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാഷണത്തെ അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.